ഹായ് ഫ്രണ്ട്സ്, എസ് ജെ മിൻ്റെങ്കിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് KBOOM എന്ന കമ്പനിയുടെ ഒരു ട്രൈപോഡാണ്. വില കുറവിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു ട്രൈപോഡാണിത്. ഈ ട്രൈപോഡിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഹൈറ്റ് 1020 മില്ലിമീറ്റർ ആണ് വരുന്നത്. ഈ പെട്ടിയിൽ വെച്ചിരിക്കുന്നത് പോലെ മടക്കി വെച്ച് കഴിഞ്ഞാൽ 350 മില്ലിമീറ്റർ. ഇതിൻ്റെ റേഡിയസ് മുകളിൽ നിന്ന് കാണുന്ന റേഡിയസ് 16.8 മില്ലിമീറ്റർ ആണ്. പിന്നെ ഭയങ്കര വെയിറ്റ് കുറഞ്ഞതും പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര വെയിറ്റ് കുറവാണ്. ഇത് 420 ഗ്രാം മാത്രമേ ഉള്ളൂ. ഇത് വെയിറ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ബാഗിൽ വെക്കാനും നല്ല എളുപ്പമാണ്. ഇതിൽ നമുക്ക് DSLR, SLR വീഡിയോ ക്യാമറകളും പിന്നെ മൊബൈലും വയ്ക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് നമുക്കൊരു കറുപ്പൻ നൈലോൺ ബാഗിലാണ് കിട്ടുന്നത്. നമുക്ക് ട്രൈപോഡ് പുറത്തേക്ക് എടുക്കാം. നമുക്ക് ഇതിനൊപ്പം ഒരു ക്യാം കോഡർ കിട്ടുന്നുണ്ട്. ഇത് മൊബൈൽ വയ്ക്കാനുള്ളതാണ്. കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ബോൾഡും അലുമിനിയം ആണ്. അതുകൊണ്ട് തന്നെ വെയിറ്റും ഇല്ല. അതുകൊണ്ട് നമുക്ക് നല്ല സിമ്പിളായി ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈപോഡാണിത്. ഇതിൽ മെർക്കുറി ലെവൽ മീറ്റർ ഉണ്ട്. നമുക്ക് നേരെയാണോ മൊബൈലിൻ്റെ പൊസിഷൻ എന്ന് അറിയാനൊക്കെ ഉള്ളതാണിത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വയ്ക്കാവുന്നതാണിത്. ഇവിടെയുള്ള ഈ ലിവർ വെച്ച് നമുക്ക് വീഡിയോസൊക്കെ നല്ല സ്റ്റെബിലൈസ് ആയി 360 ഡിഗ്രിയിൽ എടുക്കാവുന്നതാണ്. വീഡിയോയിൽ ഒരു അനക്കം കൂടാതെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഈ ലിവർ വെച്ച്. ഇതിൻ്റെ ടിൽറ്റ് ആംഗിൾ 180 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനോടൊപ്പം നമുക്ക് 1/4 ഇഞ്ച് മൗണ്ട് സ്ക്രൂ കൂടെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് ക്യാമറയും വെക്കാനുള്ളതാണ്. ഇതിനോടൊപ്പം കിട്ടിയ ക്യാം കോഡർ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ വെക്കാൻ കഴിയുന്നതാണ്. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ ലിവർ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് താഴ്ത്തിക്കുമുള്ള വീഡിയോസ് നല്ല സ്റ്റെബിലൈസ് ആയി എടുക്കാവുന്നതാണ്. ഇതിൽ കുറേ നോബുകളുണ്ട്. ഈ നോബ് തിരിച്ച് ലൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള വെർട്ടിക്കലുള്ള ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും സാധിക്കുന്നതാണ്. ഇവിടെയുള്ള ഈ നോബ് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 360 ഡിഗ്രി എടുക്കാനുള്ള സാധനം ഇത് ലൂസായി കിട്ടും. പിന്നെ ഇവിടെ ഒരു നോബുണ്ട്. ഈ നോബ് തിരിച്ച് ലൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ്, ഈ ട്രൈപോഡിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് മുകളിലേക്ക് ആക്കാവുന്നതാണ്. ഈ ട്രൈപോഡിൻ്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി 1.5 കിലോ വരെയുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ എല്ലാവിധ ക്യാമറയും ഇതിൽ വയ്ക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് 4 സെക്ഷനായിട്ട് കിട്ടുന്നത്. ഇത് ഇവിടെ നമ്മൾ കാണുന്നതാണ് ആദ്യത്തെ സെക്ഷൻ. പിന്നെ ഇവിടുത്തെ ഈ ഫ്ലിപ്പ് ലോക്കുകൾ നമുക്ക് ഊരാവുന്നതാണ്. ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ സെക്ഷൻ, രണ്ടാമത്തെ സെക്ഷൻ, ഇനി ഇവിടുന്ന് മൂന്നാമത്തെ സെക്ഷൻ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഫ്ലിപ്പ് ലോക്കുകൾ നമുക്ക് ലോക്ക് ചെയ്യാം. അടുത്ത കാലിൻ്റെയും അങ്ങനെ ഫ്ലിപ്പ് ലോക്കുകൾ നമുക്ക് ഊരാം. ഇതും നമുക്ക് ലോക്ക് ചെയ്യാം. ഈ ട്രൈപോഡിൻ്റെ താഴത്ത് നമുക്ക് റബ്ബർ ടിപ്സ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഗ്രൗണ്ടിലും സ്ലിപ്പ് ആവാതെ ഇരിക്കുന്നതാണിത്. ഞാൻ ഈ ട്രൈപോഡിൽ ഫോൺ വെച്ചെടുത്ത 2-3 ഫോട്ടോസും വീഡിയോസും നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. ഈ വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.